പ്രിയമുള്ളവരെ, വചനജ്വാല 1669 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 27 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പിന്റെ 41 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഗദാലിയ ഭരണാധിപൻ. ജെറൂസലേമിൽ നിന്നും യൂദയായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമിയായെ റാമായിൽ വെച്ച് സേനാനായകനായ നെബൂസരദാൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സേനാനായകൻ ജെറമിയായെ വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത്. ഇതാ, നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു. എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരുക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ഇഷ്ടമില്ലെങ്കിൽ പോരണ്ട. ഇതാ, ദേശം മുഴുവൻ നിന്റെ മുൻപിൽ. ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദയായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിന്റെ ഇടയിൽ വസിക്കുക. അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പൊയ്ക്കൊള്ളുക. നെബൂസരദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെറമിയ മിസ്പായിൽ അഹിക്കാമിന്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു. ബാബിലോൺ രാജാവ് അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിന്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ, കരേയായുടെ പുത്രൻ യോഹന്നാൻ, തൻഹൂമേത്തിന്റെ പുത്രൻ സെറായ, നെത്തോഫാന്യായ എഫായിയുടെ പുത്രന്മാർ മക്കാത്താന്യായ സാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്പായിൽ ഗദാലിയായുടെ അടുത്തേക്ക് ചെന്നു. ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അവരോട് പറഞ്ഞു, ശപഥം ചെയ്തു പറഞ്ഞു, കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക. അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്പായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മോവാബിലും അമ്യോന്യരുടെയും എദാമ്യരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദയായിൽ കുറെ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ പുത്രൻ
ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചു എന്നും കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദയായിലേക്ക് മിസ്പായിൽ ഗദാലിയായുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഗദാലിയ വധിക്കപ്പെടുന്നു. ഒരിക്കൽ കരേയായുടെ പുത്രൻ യോഹന്നാനും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയായുടെ അടുത്തു വന്നു. അമ്മോന്യരുടെ രാജാവായ ബാലിസ് നിന്നെ വധിക്കാൻ നെതാനിയായുടെ പുത്രൻ ഇസ്മായേലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു. എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരേയായുടെ പുത്രൻ യോഹന്നാൻ മിസ്പായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ പോയി നെതാനിയായുടെ മകൻ ഇസ്മായേലിനെ കൊല്ലാം, ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദരെ ചിതറിക്കുകയും യൂദയായിൽ അവശേഷിപ്പിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന്? എന്നാൽ അഹിക്കാമിന്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്, നീ ഇസ്മായേലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ ജോണിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ജോൺ ഈജിപ്തിൽ ഒരു തച്ചന്റെ മകനായി ജനിച്ചു. 25-ാം വയസ്സിൽ അദ്ദേഹം ലൗകികാർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ കീഴിൽ അസാധാരണമായ വിനയത്തോടും അനുസരണയോടും കൂടെ ജീവിച്ചു. പല മൂഢമായ പ്രവർത്തികളും തന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു വർഷം ഒരു ഉണങ്ങിയ കമ്പ് പച്ചച്ചെടി എന്ന പോലെ നനച്ചു വന്നു. ഈ അനുസരണ പ്രവൃത്തികൾക്കെല്ലാം അനന്തരകാലത്ത് ജോണിന് വിശിഷ്ടാനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. 40 വയസ്സുള്ളപ്പോൾ ലിക്കോപോളസിൽ ഒരു ഉയർന്ന പാറക്കെട്ടിന്റെ മുകളിൽ കയറി ഒരു ചെറിയ ഗുഹ അദ്ദേഹത്തിന്റെ താമസത്തിനായി തിരഞ്ഞെടുത്തു. ആഴ്ചയിൽ 5 ദിവസം അദ്ദേഹം ദൈവത്തോടുള്ള സംഭാഷണത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നു. ശനിയും ഞായറും പുരുഷന്മാർക്ക് ആധ്യാത്മികോപദേശങ്ങൾ നൽകി വന്നു. സൂര്യാസ്തമനം വരെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷമാണെങ്കിലും വളരെ കുറച്ചു മാത്രം. ഇങ്ങനെ 42-ാം വയസ്സു മുതൽ 90-ാമത്തെ വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിരുന്നവർക്ക് താമസിക്കാൻ ഒരു ആശുപത്രി അദ്ദേഹം പണിയിച്ചു. അനേകരെ അത്ഭുതകരമാം വിധം അദ്ദേഹം സുഖപ്പെടുത്തി. പലരുടെയും ഹൃദയരഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. സ്വേച്ഛാധിപതിയായ മാക്സിമൂസിനെ രക്തം ചിന്താതെ തെയോഡോഷ്യസ് ചക്രവർത്തി പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ജീവചരിത്രകാരന്മാർ വിശുദ്ധ ജോൺ ചെയ്തിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത്ഭുത പ്രവർത്തനപരം സിദ്ധിക്കുക അസാധാരണമല്ല. പ്രിയമുള്ളവരെ, ആശാനിഗ്രഹവും പ്രായശ്ചിത്തവും ദിവ്യസ്തുതി കീർത്തനങ്ങളും വഴി ഏകാന്തതയിൽ തന്നെ പവിത്രീകരിക്കുന്നവർക്ക് ഭാഗ്യം. പ്രിയരെ, ഇന്ന് നമ്മൾ ഈജിപ്തിലെ വിശുദ്ധ ജോണിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.